ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി ഓയിൽ ലീക്കായിട്ട് എൻജിൻ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഓയിൽ ലീക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഭാഗത്താണ് ലീക്കേജ് വന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡിൽ ലീക്ക് ഉണ്ട്. ഒന്ന് ക്ലച്ച് സൈഡിൽ നിന്ന് ലീക്കുണ്ട്, പിന്നെ ഒന്ന് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തും ലീക്കുണ്ട്. ഇവിടെ ലീക്കായിട്ട് താഴെ ഓയിൽ ചാടുന്നുണ്ട് സൈഡിൽ, ഇതുണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ സീൽ മാറണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് അഴിക്കണം. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ സീൽ ലീക്ക് വന്നേക്കണത് ഈ സീലാണ് പോയേക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ സീൽ മാറണം. അതേപോലെ തന്നെ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കവറിൻ്റെ ഉള്ളിൽ, കിക്കർ കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം ക്ലച്ചറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുമ്പോൾ നമ്മളതിൻ്റെ എന്തായാലും നമുക്ക് ക്ലച്ച് സൈഡ് ക്ലച്ച് ഓവർ റോളിംഗ് ആയിട്ടാണ് തന്നെ. ക്ലച്ച് ഓവർ റോളിംഗ് വരുമ്പോൾ നമ്മൾ CVT ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. കാരണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഈ ചുമന്ന കളറിൽ കാണുന്നത് മൊത്തം തുരുമ്പ് കയറിയേക്കണതാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യണം. കാരണം നമുക്ക് ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കാര്യങ്ങളൊന്നും വന്നില്ല, മാനുവലായിട്ടാണ് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഈ സൈഡിൽ ഓയിൽ വരാൻ പാടില്ല. ബെൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബെൽറ്റാണ് വർക്ക് ചെയ്യണേ, ഡ്രൈ ബെൽറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ പക്ഷേ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ ഓയിൽ ലീക്ക് വന്ന് സ്ലിപ്പിങ് കാണിക്കുക. അപ്പോൾ ഓയിൽ ഇല്ല, മാനുവലായിട്ട് നമ്മൾ ഗ്രീസിങ് ആണ് ചെയ്യേണ്ടത്. അത് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഒരു 10,000 കിലോമീറ്ററിനുള്ളിൽ തന്നെയും ചെയ്യണം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കുക. അതാണ് അതിൻ്റെ ശരിക്കും ചെയ്യേണ്ട മെത്തേഡ്. നമ്മളിവിടെ ഓരോ സർവീസിലും എല്ലാ സർവീസിലും അഴിച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കൂട്ടത്തിൽ ചെയ്തു പോകാറുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഓയിൽ ലീക്ക് റെഡിയാക്കാനാണ് അഴിച്ചേക്കണമെങ്കിലും ഓൾറെഡി നമുക്ക് ക്ലച്ച് അഴിച്ചാലാണ് നമുക്ക് ആ ഭാഗം റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലച്ച് ഓവർ റോളിംഗ് ആയിട്ടാണ് ചെയ്യുക. ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളിത് ഗ്രീസിങ് നടത്തി വിടുന്നുണ്ട് കേട്ടോ ഈ ഭാഗം. കാരണം എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ലേബർ വരും, ക്ലച്ച് ഓവർ റോളിങ്ങിൻ്റെ സർവീസ് ചാർജ് വരും. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഈ ബെൽറ്റൊക്കെ നമുക്ക് അഴിച്ചാലാണ് ആ ഭാഗം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബെൽറ്റ് അഴിച്ച് നോക്കുമ്പോൾ ബെൽറ്റൊക്കെ പൊട്ടി എപ്പോൾ വേണമെങ്കിലും വഴി പെടാവുന്ന സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയേക്കാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ടെങ്കിൽ അത് കൈയോടെ മാറ്റി പോകണമായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഈ സൈഡൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്ടോ, ഇതെപ്പോൾ വേണമെങ്കിലും വഴി പെട്ടു പോകുന്ന സിറ്റുവേഷനാണ് ഓടിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോഴും ഇവിടെ സെൻറ്ററിലേക്ക് നോക്കി ആ ബ്ലാക്ക് ഷെയ്ഡ് വന്ന ഭാഗത്തുനിന്ന് ക്ലച്ച് കൃത്യമായിട്ട് ക്ലച്ച് ഷൂ പിടിക്കാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോലെ നമ്മൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഇതേപോലെ നമ്മൾ മാറ്റിയിടണം. അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടും. ചെറുതായിട്ട് ആ കറക്റ്റ് അലൈൻമെൻറ്റ് വേരിയേഷൻ ഇതെല്ലാ ഭാഗവും ഒരേപോലെ ഉള്ള തേയ്മാനം തന്നെ, അതാണ് ആ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ലെയ്ത്തിൽ കയറ്റുമ്പോൾ നമുക്കൊരു അല്പം എമൗണ്ട് കുറച്ച് കിട്ടുക. എനിക്ക് തോന്നുന്നു 250-300 അതിൻ്റെ സർവീസ് ചാർജ് വരാം, ലെയ്ത്തിലെ എമൗണ്ട് തന്നെ കേട്ടോ. പുതിയതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 850-900 റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്തു പോവാം. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലേബറിൽ ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തു പോയിക്കോളും. ക്ലച്ച് ഗ്രീസിങ് നമുക്ക് ഓൾറെഡി ഞാൻ സർവീസിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെ ചെയ്തു പോവാം. ബാക്കിത്തെ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് ഈ പാർട്സുകളൊക്കെ ഡാമേജുള്ള ഐറ്റംസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു അവസ്ഥയിലാണ്. ഏകദേശം ഒരു 450-500 താഴെ നമുക്ക് ബെൽറ്റിന് വന്നുണ്ട്, 500 അടുത്ത് ബെൽറ്റിന് വന്നുണ്ട്. ഇപ്പോൾ ക്ലച്ചിൻ്റെ ആയാലും ഇത് കൊണ്ട് പോളിഷ് ചെയ്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ഒരു 300 അടുത്തോളം നമുക്ക് ലെയ്ത്തിൽ എമൗണ്ട് വന്ന കേസാണ്. അതേപോലെ തന്നെ ഹെഡിൻ്റെ ആയാലും ഈ ഭാഗം നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഓറിങ്ങും ഗ്യാസ്കറ്റ് റബ്ബറാണ്. ഗ്യാസ്കറ്റ് റബ്ബർ അതിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റിയാൽ ആ ലീക്കിൻ്റെ കേസും റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിൻ ഇപ്പോൾ ഈ ഓയിൽ ലീക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ ഓയിൽ നമ്മൾ ലെവൽ ചെക്ക് ചെയ്തു. ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കിനകത്ത് ലെവൽ നോക്കുമ്പോൾ ലെവൽ കാണുന്നില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ എൻജിൻ ഓയിലൊന്ന് ഊറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ കണ്ടോ 400-450 മില്ലി കഷ്ടി ഓയിലുള്ളൂ. അപ്പോൾ അതിന് ഇതിനകത്തേക്ക് ശരിക്കും 800 മില്ലി ഓയിൽ വേണം. ഒന്ന് നമുക്ക് ഈ പഴയ ഓയിലിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു അത് മാറ്റണതായിരിക്കും. ഏകദേശം നമുക്കൊരു 3000 കിലോമീറ്ററൊക്കെയാണ് എൻജിൻ ഓയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഓയിലിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒഴിക്കണേലും നല്ലത്, നമ്മൾ ആ ലെവൽ ടോപ്പ് അപ്പ് ചെയ്യണേലും നല്ലത് എനിക്ക് തോന്നുന്നു ഓയിൽ മാറ്റുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇത് വാട്സപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ അയച്ചു തരാം. അപ്പോൾ വീഡിയോ കാണാം, അതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് തരാം. ഓയിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതി, ഇതിൻ്റെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. ഇനി അതല്ല ക്ലച്ചിൻ്റെ ഭാഗം ഓയിൽ ലീക്ക് മാത്രം ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ അഴിക്കുന്ന ഭാഗത്ത് കാണുന്ന കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ട് തരാം, എത്ര കോസ്റ്റ് വരും എന്നുള്ളത്. ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.